In the previous video, we have seen discharge equation for large rectangular orifice and fully submerged orifice. അതിനു മുന്നേ നമ്മൾ general orifice അല്ലെങ്കിൽ small orificeന്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. Okay. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു partially submerged orificeന്റെ കേസാണ്. partially submerged orifice എന്ന് പറഞ്ഞാൽ ആ orifice ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുള്ള വാട്ടർ കുറച്ച് പോർഷൻ എന്ത് ചെയ്യും, നേരിട്ട് വേറൊരു ടാങ്കിൽ ഓൾറെഡി വാട്ടർ ഉള്ള ഒരു ടാങ്കിലേക്കായിരിക്കും മൂവ് ചെയ്ത് പോവുക. ബാക്കിയുള്ള പോർഷൻ അതെന്ത് ചെയ്യും, ഫ്രീ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഡിസ്ചാർജ് ആവുക. അപ്പം കുറച്ച് പോർഷൻ വാട്ടർ ടാങ്കിന്റെ വാട്ടറിലേക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക, മുകൾ പോർഷൻ എന്ത് ചെയ്യും, ഫ്രീ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ഈ ഡിസ്ചാർജിനെ ഞാൻ രണ്ടായിട്ട് എടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഡിസ്ചാർജ് ആയിട്ട് എടുക്കുന്നത് ഡിസ്ചാർജ് ത്രൂ ദി സബ്മേർജ്ഡ് പോർഷൻ. ഓക്കെ, രണ്ടാമത് എടുക്കുന്നത് ഡിസ്ചാർജ് ത്രൂ ദി ഫ്രീ പോർഷൻ. അപ്പൊ ഇത് ഒന്നാമത്തെ പോർഷൻ ആയിട്ട് എടുക്കും, ഇത് രണ്ടാമത്തെ പോർഷൻ ആയിട്ട്. ഒന്നാമത്തത് ത്രൂ സബ്മേർജ്ഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഓറിഫൈസ് ഇത്രയും പോർഷൻ എന്താവും, ഫുള്ളി സബ്മേർജ്ഡ് കണ്ടീഷൻ ആവും. അപ്പൊ ഫുള്ളി സബ്മേർജ്ഡ് കണ്ടീഷനിൽ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അതിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ തന്നെ ഇവിടെ എടുക്കുന്നു. ഞാൻ ആ ഫുള്ളി സബ്മേർജ്ഡ് ഡിസ്ചാർജ് Q1 ആയിട്ട് കൊടുക്കുന്നു. Q1 is equal to coefficient of discharge into area. What is area? B into width of orifice അല്ലെ into depth of orifice. Depth of orifice എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പോർഷൻ്റെ മാത്രമാണ്. അപ്പൊ എന്താണ്, H2 മൈനസ് H. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് H2 മൈനസ് H ആയിരിക്കും അല്ലെ. അപ്പൊ അത് H2 മൈനസ് H ആയിട്ട് എടുത്തു into theoretical velocity root of 2gh ഈ H. ഓക്കെ, ഇതാണ് സബ്മേർജ്ഡ് പോർഷന്റെ ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജ് ത്രൂ ദ ഫ്രീ പോർഷൻ ഏതെടുക്കും, നമ്മൾ ഈ അപ്പർ പോർഷൻ അത് ലാർജ് ഓറിഫൈസ് കോൺസെപ്റ്റിൽ എടുക്കും. അപ്പൊ ലാർജ് ഓറിഫൈസിന്റെ ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. സോ I represent it as Q2. Q2 is equal to 2/3 CD into B into root 2G initial height, sorry, final height minus initial height. അപ്പൊ ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ പോർഷൻ എന്ന് പറയുന്നത് ദേ ഇത്രയും പോർഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫൈനൽ ഹൈറ്റ് മൈനസ് ഇനീഷ്യൽ ഹൈറ്റ് ആണ്. സോ ഫൈനൽ ഹൈറ്റ് H ആണ്, H raised to 3/2 മൈനസ് H1 raised to 3/2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് കേസിലുള്ള ഡിസ്ചാർജ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടാണ് എന്ത്, പാർഷ്യലി സബ്മേർജ്ഡിന്റെ ടോട്ടൽ ഡിസ്ചാർജ്. Therefore, total discharge is equal to Q is equal to Q1 plus Q2, or this is equal to CD into B into H2 minus H into root of 2GH plus 2/3 CD into B into root 2G into H raised to 3/2 minus H1 raised to 3/2. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ബി തെറോ വിത്ത് ദീസ് ടു ഇക്വേഷൻസ്, സ്മോൾ ലാർജ് ഓറിഫൈസ് ആൻഡ് ഫുള്ളി സബ്മേർജ്ഡ് ഓറിഫൈസ്. എന്തായാലും നമുക്ക് സ്മോൾ ഓറിഫൈസിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതിന് കൂടെ എന്ത് ചെയ്യുക, ലാർജ് ഓറിഫൈസിന്റെ ഇക്വേഷനും പഠിച്ചിരിക്കുക, ഫുള്ളി സബ്മേർജ്ഡ് ഇക്വേഷനും പഠിച്ചിരിക്കുക. ആ ലാർജ് ആൻഡ് ഫുള്ളി സബ്മേർജ്ഡ് സിറ്റുവേഷൻ എന്ത് ചെയ്യുക, ഈ രണ്ട് കേസിൽ ഇവിടെ കൊടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, പാർഷ്യലി സബ്മേർജ്ഡിന്റെ കേസിൽ ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ പിന്നെ ഒട്ടും ഈ ഒരു വലിയ ഇക്വേഷൻ പഠിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ട് അവിടെ തീരും. അപ്പൊ ബി തെറോ വിത്ത് സ്മോൾ ഓറിഫൈസ് ഇക്വേഷൻ, ലാർജ് ഓറിഫൈസ് ഇക്വേഷൻ ആൻഡ് fully submerged equation. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ partially submerged orifice ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. So the question is, an orifice of 2 meter width and 1.2 meter deep is fitted in one side of a large tank. The water level on one side of the orifice is 3 meter above the top edge of the orifice, while on the other side of the orifice the water level is 0.5 meter below its top edge. Calculate the discharge through the orifice if CD is equal to 0.64.
അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഓറിഫൈസിന്റെ വിഡ്ത്ത് 2 മീറ്റർ ആണ്, ഡെപ്ത് 1.2 മീറ്റർ ആണ്. അതിന്റെ മെയിൻ ടാങ്കിലെ വാട്ടർ that will be 3 meter above the topmost point of the orifice. Okay, 3 meter above the topmost point of the orifice. ഈ ഓറിഫൈസിന്റെ മുകളിലേക്ക് 3 മീറ്റർ ആയിട്ടാണ് ആ വാട്ടർ ലെവൽ എടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ മറുവശത്ത് ഈ സൈഡിൽ that water level will be 0.5 meter below its top edge. അതായത് ഈ ടോപ്പ് എഡ്ജിൽ നിന്ന് ഒരു 0.5 മീറ്റർ താഴെ ആയിരിക്കും ഈ ഇപ്പുറത്തെ സൈഡിലെ വാട്ടർ ലെവൽ. അപ്പൊ ഈ കണ്ടീഷൻ തന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു സബ്മേർജ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ ഓറിഫൈസിന്റെ പകുതി പോർഷൻ എന്ത് ചെയ്യുന്നു, ഫുള്ളി അണ്ടർ വാട്ടറും ഈ പോർഷൻ ഫുള്ളി അണ്ടർ വാട്ടർ ആവുന്നു. അപ്പൊ ഈ ഓറിഫൈസിന്റെ ഈ പോർഷൻ ഫുള്ളി അണ്ടർ വാട്ടർ ആവുന്നു, ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, ഫ്രീ ടു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡിസ്ചാർജ് ആവുന്നു. ഓക്കെ, ഇനി ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലേ, അതിനു മുന്നേ നമുക്ക് ഇക്വേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. ആദ്യത്തെ ഡീറ്റെയിൽസ് ആണ് ഹൈറ്റ് ഓഫ് വാട്ടർ ഫ്രം ടോപ്പ് എഡ്ജ് ഓഫ് ഓറിഫൈസ്. So h1 is equal to 3 meter. Difference of water level on both sides. This will be equal to h is equal to, അതായത് ഇവിടെ നിന്ന് ഇതാണ് ടോപ്പ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പോർഷൻ h1 plus 0.5, so 3 plus 0.5, so this will be equal to 3.5 meter. Then height of water from bottom edge of orifice, താഴേക്കുള്ള പോർഷൻ, so that will be equal to h2. So h2 is equal to h1 3 meter plus ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്താണ്, ഡെപ്ത് ഓഫ് ഓറിഫൈസ് ആണ് അല്ലേ. So this is equal to d. So this will be equal to 3 plus 1.2, that will be equal to 4.2 meter. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ. സോ ആദ്യത്തെ നമുക്ക് q1 കണ്ടുപിടിക്കാം. q1 എന്താ, partially submerged equation. So that will be equal to cd into b into h2 minus h1 into root of 2gh. Substitute ചെയ്യുക. 0.64 into 2 into h2. What is h2? 4.2. 4.2 minus h1 3 into root of 2g into 3.5. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.429 കിട്ടും. സിമിലർലി Q2, അതായത് ഈ ഫ്രീ പോർഷനിലെ കുട്ടികൾ ഡിസ്ചാർജ്. അപ്പം ലാർജ് ഓറിഫൈസിന്റെ ഇക്വേഷൻ എടുക്കാം. 2/3 cd into b into root of 2g into h raised to 3/2 minus h1 raised to 3/2. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇവിടെ കാണിക്കുകയാണ്. ടോപ്പ് മോസ്റ്റ് പോർഷനിൽ നേരത്തെയുള്ള പോർഷൻ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ Q2 എന്ന് പറയുന്നത് Q2 will be equal to 2/3 into 0.64 into b. b is 2 meter into root into g into h raised to 3/2. What is h raised to 3/2? That is 3.5 raised to 3/2 minus h1 is 3 raised to 3/2. So the answer will be equal to 5.108 meter cube per second. അപ്പോൾ നമുക്ക് Q1 കിട്ടി, Q2 കിട്ടി. ഇതിപ്പോൾ Q will be equal to Q1 plus Q2. So add it, you will get 12.53 meter cube per second. ഇതാണ് ഇതിന്റെ ആൻസർ. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.